ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും PSW കഴിഞ്ഞു, ഇനി എന്ത്? ഒരു മടക്കയാത്രയോ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിനകത്ത്. തീർച്ചയായിട്ടും നമ്മൾ UK സ്റ്റുഡൻറ്റ് വിസയിലേക്ക് വരുമ്പോൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടാൽ ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് അത് പലരും അവിടെ ഇല്ല, ഇല്ലെങ്കിൽ അവർ വീഡിയോ ചെയ്യുന്നതും പലരും നിർത്തി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലുള്ള വീഡിയോസ് കൊണ്ടുവന്ന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസിലൂടെ നമ്മൾ ഒരു 1000 പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു 10 പേർക്കെങ്കിലും അവരുടെ മനസ്സിനെ മാറ്റാനും ഇല്ലെങ്കിൽ അവരെ മാറ്റി ചിന്തിപ്പിക്കാനും അവർക്ക് പുതിയൊരു വഴി കാണിച്ചു കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ധൈര്യം തന്നെയാണ് നമ്മൾ ഇന്നും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള കൊച്ചു സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതിന് വീഡിയോ ഷെയർ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഒരുപാട് 1-to-1 നമ്മുടെ ബുക്കിംഗ് പെയ്ഡ് ആണെങ്കിലും ബുക്കിംഗ് എടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. അവിടെ റിവ്യൂസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് പേര് PSW കയറുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ PSW കഴിയുന്നതിന് മുമ്പ് PSW നിൽക്കുമ്പോൾ പല ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. PSW എടുക്കണോ, ഇല്ലെങ്കിൽ PSW എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന ജോബ് ചെയ്താൽ മതിയോ, അതല്ല നമുക്കിനി വേറെ എന്തെങ്കിലും സെൽഫ് സ്പോൺസർഷിപ്പോ ബിസിനസ്സോ കാര്യങ്ങൾ തുടങ്ങണോ, പല ചോദ്യങ്ങളും ആയിട്ട് വരുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അവരുടെ മനസ്സിനെ മാറ്റാനും ഇല്ലെങ്കിൽ അവർക്ക് പുതിയൊരു വഴി കാണിച്ചു കൊടുക്കാനും സാധിച്ചു. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന എത്ര പേരുണ്ട് എന്ന് താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും PSW കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇനി വേറെ ഓപ്ഷൻ ഇല്ലെന്ന് മനസ്സിലായി തിരിച്ചു പോകാൻ നിൽക്കുന്ന എത്ര പേരുണ്ടെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യും. എനിക്കറിഞ്ഞൂടാ, നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിൻ്റെ വീഡിയോസ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ സക്സസ് ആയവരുടെ വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ട്, ഫെയിലിയർ ആയവരുടെ വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സുകൾ ഇവിടെ റൺ ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാരുടെ ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും ഒരുപാട് വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ മടങ്ങി പോകേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും സത്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ചും ഇതിൻ്റെ ഡ്രോബാക്സിനെ കുറിച്ചും പല കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കാരണം ഇവിടെ കയറി എത്തിയ അനേകായിരം അല്ലെങ്കിൽ ലക്ഷങ്ങൾ UK കയറി വന്നിട്ടുണ്ട്. ഇതിനകത്ത് പല കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഒരു സമയത്ത് നമ്മളിവിടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടിയത് തന്നെ വളരെ സന്തോഷത്തോടെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു വലിയൊരു ഭീമമായ തുകയാണ് ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുമ്പോൾ UK ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ 2 ഇയേഴ്സിനകത്ത് ഹസ്ബൻഡും വൈഫും കൂടി അത് റിട്ടേൺ ചെയ്തെടുത്ത് അവർക്ക് നഷ്ടമില്ലാതെ മറ്റൊരു രാജ്യത്ത് വന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചിന്ത. എന്നാൽ UK എത്തിക്കഴിഞ്ഞപ്പോൾ ചിന്തകളെല്ലാം മാറി. ഇനി എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കണം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ വന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ആളുകൾ എങ്ങനെയെങ്കിലും UK എത്തിയാൽ മതി, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയായാലും നിന്നാൽ മതി എന്നൊക്കെ ചിന്തയിലുള്ളവരായിരുന്നു. മറ്റൊരു വിഭാഗം ആൾക്കാർ പഠിച്ച് തിരിച്ചു പോകണം എന്നുള്ളവരായിരുന്നു. മറ്റൊരു വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച കോഴ്സിൽ ജോലി കിട്ടണം എന്നുള്ളത്. 4 വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതിനകത്ത് ഓൾറെഡി ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ സെറ്റിലായി, ഇല്ലെങ്കിൽ അവർ ഓക്കെ ആയി. കാരണം ഈ റൂൾസൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ വിസയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ അവരുടെ ലൈഫ് ഇല്ലെങ്കിൽ അവർ ഇവിടെ സെറ്റിൽ ആവാനുള്ള പരിപാടികൾ ചെയ്തു. അവിടെ കോഴ്സിനോ കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അവർ കൂടുതലായിട്ട് ഇവിടെ നിൽക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിഭാഗം ഇപ്പോൾ തൽക്കാലം സേഫ് ആയിട്ടിരിക്കുന്നു. മറ്റൊരു വിഭാഗം UK എങ്ങനെയെങ്കിലും എത്തണം, അതിനുശേഷം അവരുടെ പ്ലാനുകൾ മാറി ഇവിടെ നിൽക്കണം എന്നായെങ്കിലും അവർക്ക് ചോദ്യചിഹ്നമായി മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിച്ച പോലെ അന്ന് ആ സമയത്ത് മാറാൻ പറ്റിയില്ല. ചിലർക്ക് ആ കെയർ ഹോം എന്ന സംഭവം ഇഷ്ടമായില്ല. ചിലർക്ക് അവർ ജോലി കിട്ടുമെന്ന് അവസാനം വരെ വിശ്വസിച്ചു, ഇല്ലെങ്കിൽ കൂടുതലും പാർട്ട് ടൈമിൻ്റെ പുറകിൽ ഓടി. അങ്ങനെ ഒരു വലിയൊരു വിഭാഗം ആളുകൾ അപ്പുറത്തുണ്ട്. അവർക്ക് ചോദ്യചിഹ്നമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അവരായിരിക്കും കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ആളുകൾ. ഓക്കെ, മറ്റേ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ പഠിക്കണം എന്നുള്ള രീതിയിൽ വന്നു. അവർക്ക് ഇവിടെ നിന്ന് നിൽക്കണമെന്ന് താല്പര്യമൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞു അവർ വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒരു ആളുകൾ വരുന്നുണ്ട്, പഠിച്ച് പോകുന്നുണ്ട്. മറ്റൊരു വിഭാഗം ലാസ്റ്റത്തെ വിഭാഗം ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണം, ഇവിടെ ജോലി നേടണം എന്നുള്ളതാണ്. അവരും ചോദ്യചിഹ്നത്തിലാണ്. കാരണം നമുക്ക് UK സാലറി നിയമങ്ങൾ മാറുന്നു, സാലറി ത്രെഷോൾഡുകൾ ഉയർത്തുന്നു, കെയർഹേഴ്സിനെ ഇനി കെയർ വിസയിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസിന് അലോ ചെയ്യാതിരിക്കുന്നു. അങ്ങനെ പല നിയമമാറ്റങ്ങളും അവർക്ക് ഇരുട്ടടിയായി. പിന്നെ പലർക്കും വിസയിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ പാടില്ല എന്ന നിയമം വന്നപ്പോൾ ഇരുട്ടടിയിലായ ആളുകളുണ്ടായി. കോഴ്സുകൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാതെ പലരും ഇതേപോലെ വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നവരടക്കം പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. പലർക്കും കോഴ്സുകൾ ഫെയിലാവുന്നു, ഡ്രോപ്പ് ആവുന്നു. അതുമാത്രമല്ല ഇവിടെ പലരും FLRും അതുപോലെ തന്നെ മറ്റ് ഫീ വേവറും ഇട്ടിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരെല്ലാം തീർച്ചയായിട്ടും തൃശങ്കൂലായി എന്ന് വേണമെങ്കിൽ പറയാം.
ഡെയിലി വരുന്ന കോളുകളിൽ കുറേ കോളുകൾ ILR കുറിച്ചും ഇല്ലെങ്കിൽ FLR കുറിച്ചും ഇല്ലെങ്കിൽ ഫീ വേവറിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. കാരണം അവരുടെ കാരണങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കാരണം കൊണ്ടോ ഇവർ തോറ്റു പോകുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ജോബ് ഓപ്പർച്യൂണിറ്റി ഇവിടെ പാടെ കുറച്ച് ടൈറ്റ് ആയിരിക്കുന്നത് നിയമമാറ്റങ്ങൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ സെക്കൻഡ് കാറ്റഗറിയും ഫോർത്ത് കാറ്റഗറിയിലുള്ള ആളുകൾ ഇപ്പോൾ കുറച്ചധികം തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറാവുന്നു, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ആളുകൾ തിരിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇവരാരും പ്രോപ്പറായിട്ട് ഒരു പ്ലാനും ഇല്ലാതെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് പേര് ജോബിന് പുറകെ ഓടി അവസാന നിമിഷമാണ് മനസ്സിലായത് ആ ജോബ് കിട്ടില്ല എന്ന്. അപ്പോൾ എന്ത് ചെയ്യും? മടങ്ങി പോകേണ്ട ഒരു ആവശ്യം വന്നു. മറ്റൊരാൾക്കാർക്ക് ഒരു അന്തവും കുന്തവും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്ത് ഇവിടെ നിൽക്കാനുള്ള ഒരു പ്ലാനിൽ നിൽക്കുന്നുണ്ടെങ്കിലും നോ ഐഡിയ. എന്നാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സെൽഫ് സ്പോൺസർഷിപ്പിനെ കുറിച്ചും മറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഈ സെൽഫ് സ്പോൺസർഷിപ്പിലൂടെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടി. നമ്മൾ ത്രൂ തന്നെ ഒരുപാട് 1-to-1 എടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. അവർക്കൊക്കെ പ്രോപ്പർ ഗൈഡൻസ് കിട്ടി. പലരും ഇവിടെ കമ്പനികൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു, ബിസിനസ്സുകൾ ചെയ്യുന്നു. 2 പേരും 3 പേരും നാട്ടിലോട്ട് പോകാൻ നിൽക്കുന്നവർ ചേർന്ന് 3 പേരും 4 പേരും കൂടി ചേർന്ന് ബിസിനസ്സുകൾ സെറ്റപ്പ് ചെയ്ത് അത് സക്സസ്ഫുള്ളി റൺ ചെയ്തു. ഈ അടുത്ത് നിങ്ങൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മലയാളികളുടെ ബിസിനസ്സുകൾ വലിയ രീതിയിൽ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേ ടു ഡേ മലയാളികൾ പുതിയ പുതിയ ബിസിനസ് ഐഡിയകളും പുതിയ പുതിയ പ്ലാനുകളുമായിട്ട് ഡിഫറെൻറ്റ് മേഖലയിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു. അതിലും ഭൂരിഭാഗവും UK പഠിക്കാൻ എത്തിയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ, ഒരു പാത്ത് നമ്മളെ കൊണ്ട് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. ഇവരെല്ലാവരും ഒരു 3 പേരും 4 പേരും കൂടി ചേർന്ന് ബിസിനസ്സുകൾ തുടങ്ങുന്നു, ഇല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ബിസിനസ് തുടങ്ങുന്നു. അതിന് സ്പോൺസർഷിപ്പ് ലൈസൻസ് അപ്ലൈ ചെയ്യുന്നു, സ്വന്തമായിട്ട് അതിന് ആ കമ്പനിക്കകത്ത് എംപ്ലോയി ആയിട്ട് സ്പോൺസർഷിപ്പ് എടുത്ത് നിൽക്കുന്നു എന്നുള്ളതിലേക്ക് മാറി. ഇതിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നിൽക്കുന്നവർക്ക് ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അതായത് ഇപ്പോൾ PSWയുടെ എൻഡിലാണ് ഒരു സ്പോൺസർഷിപ്പ് തപ്പി നടന്നിട്ട് കിട്ടുന്നില്ല, ഒരു ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമൊട്ടും ഇല്ലതാനും എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പുതിയൊരു പ്ലാനുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മടങ്ങി പോകുന്നവരാണെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അവസരങ്ങളുണ്ട്. UK ഒരുപാട് ബിസിനസ്സുകൾ UK ഈ റീസെൻ്റ്ലി മലയാളികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുള്ള ആളുകളുമുണ്ട്. താഴത്ത് നമുക്കൊരു ഗൂഗിൾ ഡോക് ഫോം ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതുമാത്രമല്ല ഇവിടെയുള്ള പല ബിസിനസ്സുകൾ പലരും ഇതേപോലെ ചേർന്ന് തുടങ്ങിയ ബിസിനസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുന്നതിന് പകരം സമയത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ട് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുന്നതിന് പകരം ഏതെങ്കിലും കമ്പനി തുടങ്ങിയതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സ്പോൺസർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നവർക്കും നമുക്ക്, അതായത് ഇത് 2 പേർക്കും കൂടിയിട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ കമ്പനി തുടങ്ങിയവരാവട്ടെ ഇവിടെ ഒരു കമ്പനി തുടങ്ങി നിൽക്കുന്നവരാവട്ടെ നിങ്ങൾക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സ്വാഗതം. വരുന്ന ദിവസങ്ങൾ കൂടുതലായിട്ട് വീഡിയോസ് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലോട്ട് വരും. അതുമാത്രമല്ല നമ്മുടെ ഓൺ കമ്പനീസ് ഫ്രാഞ്ചൈസികൾ നമ്മൾ വരുന്ന സമയങ്ങളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. ഇനി ഒരു പക്ഷേ നിങ്ങൾ നാട്ടിലോട്ട് മടങ്ങി എന്ന് വിചാരിക്കുക, തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് നിങ്ങളെ തിരികെ എത്തിക്കാനുള്ള നമ്മളുടെ ഓൺ ഫ്രാഞ്ചൈസികളും ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികളും കാര്യങ്ങളും നമ്മൾ വരുന്നുണ്ട്. എല്ലാത്തിനും അഫോർഡബിൾ ആയ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് പ്ലാൻ ചെയ്തത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി PSWയിൽ കടക്കാൻ നിൽക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാനിങ് വളരെ കണ്ണിങ് ആയിരിക്കണം. UK വരുന്നവർ കോഴ്സുകൾ എടുക്കുന്നതിനും കാര്യങ്ങൾ അത് സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്യാം. ഇങ്ങോട്ട് വരുന്നവർ പ്രോപ്പറായി നിങ്ങളുടെ സമയം വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ 2ാമത്തെ കാറ്റഗറിയിലുള്ളവർ നമുക്കറിയാം എന്തിനോ വേണ്ടി ഇപ്പോൾ നമ്മൾ പാർട്ട് ടൈമിൻ്റെയും പുറകിൽ കൂടി ഇതിൽ ഫോക്കസ് ചെയ്യാതെ ഇരുന്ന് അവസാനം പണി മേടിച്ചവരാണെങ്കിൽ, മറ്റുള്ളവർ ഒരു ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ച് പോയപ്പോഴേക്കും UK അബദ്ധത്തിൽ വന്ന അല്ലെങ്കിൽ നമ്മുടെ ഇടുത്തി പോലെ വന്ന നിയമമാറ്റങ്ങൾ നമ്മളെ ഞെരുക്കിയെങ്കിൽ ആ ഒരു ജോബ് നമ്മൾക്ക് കുറച്ച് ടൈറ്റായി പലർക്കും ഒരു 100 പേരിൽ ഒരു 10 പേർക്ക് മാത്രമാണ് ജോബ് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം കൊടുക്കാതിരുന്ന ഒരു അവസരമാണ്. 100 പേരിൽ ഒരു 10 പേർക്ക് മാത്രമാണ് അന്ന് ആ ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക്
ഇനി പോകുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ ചെയ്യുക. നിങ്ങൾ PSWയിൽ ഇറങ്ങുവാണെങ്കിൽ ഒരു 6 മാസം നിങ്ങൾ പ്രോപ്പറായി നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഇല്ലെങ്കിൽ പഠിക്കുന്ന ഫീൽഡിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് പോവുക. അതിനുശേഷം ഒരു 6 മാസം കൂടി നിങ്ങൾ ഇതിൽ പകുതി കോൺസെൻട്രേറ്റ് ചെയ്യുക, മറ്റ് പ്ലാൻ A, B, C ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. വിളിക്കുന്ന പലർക്കും തന്നെ ഒരു പ്ലാനും ഇല്ലാതെ ഇരിക്കുന്ന കുറേ ആളുകളാണ് ഉണ്ടാവാറ്. പ്ലാൻ A, B, C ഒക്കെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ അവസാന നിമിഷത്ത് നമ്മൾ വന്ന് പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ മുന്നിൽ മടക്കയാത്രയല്ലാതെ വേറെ വഴികൾ ഉണ്ടാവില്ല. പലരും ഇവിടെ നിന്ന് പല രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഓസ്ട്രേലിയയിലേക്ക് നോക്കുന്നുണ്ട്, പല രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ നോക്കി ചോദിച്ച് 1-to-1 വരുന്ന ആളുകളുണ്ട്. അവർക്ക് പറ്റുന്ന അവരുടെ പ്രൊഫൈലിന് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അവർക്ക് ഇന്ന കൺട്രി ആയിരിക്കും അവർക്ക് ബെസ്റ്റ്, ഇന്ന കൺട്രിയിൽ ഇന്ന വിസ സ്കീം ഉണ്ട്, ഇന്ന വിസ സ്കീം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ചിലർക്ക് തന്നെ ഒരു ഐഡിയയും ഇല്ലാതെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യുക. ഇവിടെ തന്നെ കമ്പനിയിൽ ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ UK സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് ഉടൻ തന്നെ ആ കമ്പനിയിൽ ഇല്ലെങ്കിൽ ആ പഠിക്കുന്ന മേഖലയിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. പിന്നെ നമുക്കറിയാം NHS ആണ് ഇവിടെ കൂടുതലായിട്ട് സ്പോൺസർഷിപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് ഇപ്പോൾ പല മേഖലകളിലും സപ്പോർട്ട് വർക്കർ റോളിലാണെങ്കിൽ കൂടി പല മേഖലകളിലാണെങ്കിലും നിങ്ങൾ NHSൽ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി കയറിയവരും ഉണ്ടാവും. അഡ്മിൻ റോളുകൾ തന്നെ ഇല്ലെങ്കിൽ പല ഏരിയയിൽ ഞങ്ങൾ തന്നെ വിസ ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ട് NHSൽ എനിക്ക് പറയാൻ പറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം വളരെ കുറവായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു PSWയിൽ കയറുന്ന ആളുകൾ നിങ്ങളുടെ പ്ലാൻ കറക്റ്റ് ആയിരിക്കുക. ഒന്നില്ലെങ്കിൽ മാക്സിമം പൈസ ഉണ്ടാക്കി തിരിച്ചു പോകുന്ന പോലെ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും ലാംഗ്വേജും കാര്യങ്ങളും പ്രോപ്പർ കരിയർ കൺസൾട്ടേഷൻ എടുക്കാനും ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ PSW കയറുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പർ ഒരു കരിയർ കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് നിങ്ങളെ റീസ്ട്രക്ചർ ചെയ്തെടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഓൺലി ഒറ്റ വഴിയേ ഉള്ളൂ, സെൽഫ് സ്പോൺസർഷിപ്പ് ഇല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ. ഓൾവേസ് നമ്മുടെ ചാനൽ നമ്മളുടെ ടീമും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സെൽഫ് സ്പോൺസർഷിപ്പിനെ കുറിച്ചും ഇല്ലെങ്കിൽ ഇവിടുത്തെ ബിസിനസ്സുകളെ കുറിച്ചും ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചും, അതായത് മറ്റ് ബിസിനസ്സുകളിലേക്ക് മറ്റ് ആളുകളുടെ ബിസിനസ്സുകളിലേക്ക് പാർട്ട്ണറായിട്ട് കയറുന്ന പരിപാടികളെക്കുറിച്ചും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് എത്തിക്കുന്നതായിരിക്കും. എനിവേ, മടക്ക യാത്രയ്ക്ക് ഒരു തുടക്കം ആയിട്ടുണ്ട്. അപ്പോൾ മടക്ക യാത്രയ്ക്ക് മുന്നേ പല കാര്യങ്ങളൊന്നും കൂടി റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ മുന്നേ തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നു. ഏകദേശം ഇതൊരു 1000 പേരിൽ ഒരു 10 പേർക്കെങ്കിലും യൂസ്ഫുൾ ആയാൽ മാത്രം മതി എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സബ്സ്ക്രൈബ്